ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ നിന്ന് 51 വ്യക്തികൾക്കെതിരെ പ്രതിഷേധിച്ച് സിനിമയെടുത്ത് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നിന്ന് ഈ പതാക വേണ്ട, ഈ കോണകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്നവനാണ്. ഒരു രക്തസാക്ഷിത്വത്തെ സൃഷ്ടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭികാമ്യമല്ല. അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ മാർക്സിയൻ എംഗൽസിയൻ തിയറിക്ക് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുന്ന സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ ഈദി അമീനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആരായിരുന്നു ഈദി അമീൻ? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റ് ഭീകരനായിരുന്നു ഈദി അമീൻ. ആ ഈദി അമീന്റെ അച്ഛന് പഠിക്കുകയാണ് ഈ പിണറായി വിജയൻ. എന്റെ 2 മുത്തുകൾ, 19 വയസ്സ് മാത്രം. പാബ്ലോ നെരൂദയുടെ ഒരു കവിതയുണ്ട്, നിന്റെ ആത്മവേദനകൾ മുത്തായി ജ്വലിക്കുമ്പോൾ ആര് ചോദിക്കുന്നു വെളിച്ചം. ഇന്ന് ഈ കൂരയിൽ പോയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ബ്രേക്ക് ചെയ്തു. എന്റെ സഖാക്കളൊന്ന് പോയിട്ട് കാണൂ. ഹൃദയം തകർന്നു പോകുന്ന വേദന. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ആ കുടിലിൽ നിന്ന് പുറത്തു പോകുന്നു. കെ സുധാകരൻ പുറത്തു പോകുന്നു. കരയാൻ കണ്ണുനീരില്ലാത്തത് കൊണ്ടല്ല, വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്. നിങ്ങൾ 51 വെട്ടുവെട്ടി നല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ ചിതറിച്ചെറിപ്പിച്ചിട്ട് നിങ്ങൾ എവിടത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷെ നിങ്ങൾ കാലപുരിക്കയച്ചു. പക്ഷേ ചന്ദ്രശേഖരന്റെ ഓരോ ആത്മാവും ഷുഹൈബിന്റെ ആത്മാവും ഓരോ ഷുഹൈബുമാരായിട്ട് പുതിയ ഗർഭപാത്രങ്ങളിലേക്ക് ഉയർത്തി നിൽക്കും സഖാവ് പിണറായി വിജയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ്. ഉപ്പുകുറുക്കിയ പ്രസ്ഥാനമാണ്. ബ്രിട്ടനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ പ്രസ്ഥാനമാണ്. ബംഗാളിലും ത്രിപുരയിലും ഒലിച്ചുപോയ നിന്റെ കോടകം മുക്കിയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ കുട്ടികളെ ഇനിയും കൊന്നൊടുക്കുക. എന്റെ ഷുഹൈബ്, അരിയിൽ ഷുക്കൂർ, ഫസല്, ചന്ദ്രശേഖരൻ, ഇപ്പൊ ഇതാ 2 പൊന്നുമക്കൾ. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഒരു പൊതുസമൂഹം നിലവിളിക്കുകയാണ് നിങ്ങളോട്, അരുതരുത് അരുത് എന്ന് വിളിക്കുന്നു. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ പാവം ചെയ്തു തീർക്കുന്നത് സഖാവ് പിണറായി വിജയൻ? ഏത് കമ്മ്യൂണിസമാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? എന്താണ് നിങ്ങളുടെ അജണ്ട? നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങൾ മാർക്സിനെതിരാണ്, നിങ്ങൾ എംഗൽസിനെതിരാണ്. നിങ്ങൾ പാരീസ് അബൂബക്കറിന്റെ അടിവസ്ത്രം കഴുകുന്ന സഖാവ് പിണറായി വിജയൻ ഈ കൊലപാതകത്തോടെയെങ്കിലും കൈ ചൂണ്ടി ഒരു ജനത അധികാരത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. നിങ്ങൾക്കറിയാം, സെസസ്കി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയെ ഒരു ജനതയും കുട്ടികളും കാർക്കിച്ചു തുപ്പി. റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന്, പ്ലാറ്റ്ഫോമിൽ നിന്ന്, എല്ലാ സ്ഥലത്തുനിന്നും കാർക്കിച്ചു തുപ്പി. ഈദി അമീന്റെ അവസ്ഥ എന്തായിരുന്നു? ഹിറ്റ്ലറുടെ അവസ്ഥ എന്തായിരുന്നു? മുസോളിനിയുടെ അവസ്ഥ എന്തായിരുന്നു? എല്ലാ രാജഭരണാധികാരികളെയും ഏകാധിപതികളെയും ഗതി സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കണം. സെസസ്ക്യൂവിനെ പോലെ ആവും നിങ്ങൾ, ഹിറ്റ്ലറെ പോലെ ആവും നിങ്ങൾ, ഈദി അമീനെ പോലെ ആവും നിങ്ങൾ. ഒടുവിൽ അവസാനത്തെ നിങ്ങൾ മുഹമ്മദ് ഗദ്ദാഫിയെ പോലെ 13 വയസ്സുള്ള പെൺകുട്ടി കാർക്കിച്ചു തുപ്പി ചെരുപ്പ് കൊണ്ടടിച്ച ഈദി അമീന്റെയും ഈ ഗദ്ദാഫിയുടെയും അവസ്ഥ സഖാവ് പിണറായി വിജയന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആത്മരോഷം, ആത്മവേദന നെഞ്ചകങ്ങളിൽ കനലായി സൂക്ഷിക്കുന്ന എന്റെ ഷുഹൈബിനും എന്റെ 2 ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.